ഹലോ, അസ്സാം വലൈക്കും. എന്തെല്ലാണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ. ഇപ്പോൾ ഇന്നൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ പെങ്ങൾ സാറ്റർഡേ വരുന്നുണ്ട്. അപ്പോൾ രാത്രി ഇവിടെ എല്ലാവർക്കും എന്താ പറയുക ഡിന്നർ. അളാമൻ്റെ മോനും ഏട്ടൻ്റെ മോനും പെങ്ങളും മരുവനും മരുവോളും ഫാമിലി എൻ്റെ ബ്രോ എല്ലാവരും കൂടി എന്താ പറയുക കുറേ ആളുണ്ടേനു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സാധനങ്ങളെല്ലാം തലേന്നെല്ലാം വാങ്ങിയെല്ലാം ഒന്ന് സെറ്റാക്കി. പിന്നെ ചിക്കനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തലേന്ന് തന്നെ ഞാനിങ്ങനെ എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. സെപ്പറേറ്റ് ഓരോന്ന് എന്താ പറയുക ഓരോന്നിന് വേണ്ടതെല്ലാം. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആക്കാനും ടിക്ക മസാലക്കും മഞ്ചൂരിക്കും എല്ലാം ഉള്ളത് തലേന്ന് വൈകുന്നേരം തന്നെ ഫുൾ എന്താ പറയുക എല്ലാം കഴുകി എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കെന്താ കുറച്ച് പണി ഭയങ്കര എളുപ്പമായിരിക്കും പിറ്റേന്നെല്ലാം. ഈ പണിയെല്ലാം തലേന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു തിരക്കില്ലേനും. അപ്പോൾ റെസിപ്പീസൊന്നും ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. എല്ലാം മുമ്പ് കാണിച്ചതും ഉണ്ടാക്കിയതെല്ലാം തന്നെയാണ്. ഇത് ഫ്രൈ ആക്കാനുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് വരഞ്ഞ് അതിൻ്റെ മസാലയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് തലേന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയെല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് വരും അതിൽ. പിന്നെ നമുക്ക് പിറ്റേന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യേണ്ട പണി മാത്രമല്ലേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. ഈ എന്താ പറയുക ചിക്കനെല്ലാം ക്ലീൻ ചെയ്യലും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. അപ്പോൾ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് എന്താ പറയുക പെരുന്നാളിൻ്റെ വ്ളോഗിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എപ്പോഴും പുഡിങ് ഉണ്ടാക്കൽ. അപ്പോൾ പുഡിങ് ഞാൻ കുറേ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 3-4 ഡിഷ് വേണം. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലം കാണണം. അപ്പോൾ കുറേ നാളായി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഫ്രൂട്ട് സലാഡ് ആവാമെന്ന് വിചാരിച്ചു. കുറേ ഫ്രൂട്ട്സും ബാക്കിയുണ്ടേനു. അങ്ങനെ ഇതാ കസ്റ്റേർഡ് തന്നെ ഉണ്ടാക്കി. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കസ്റ്റേർഡിലൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ഞാൻ രാത്രി ചെയ്യുന്ന കേട്ടോ. ഒരു പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ടെല്ലാം തലേന്നല്ലേ റെഡിയാക്കി വെക്കാൻ. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ രാത്രി എല്ലാം ഒന്ന് സമാധാനത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയെല്ലാം ഒന്ന് എന്താ പറയുക ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കി വെക്കും. അപ്പോൾ പിറ്റേന്ന് നമ്മൾ രാവിലെ കുറച്ച് ലേറ്റായാലും ഒന്നും കുഴപ്പമില്ല. ഇത് നല്ലോണം തണുക്കുകയും ചെയ്യണമല്ലോ. പിന്നെ ഇതാ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് ഫ്രൂട്ട്സിൽ കുറച്ച് മിൽക്ക് മെയ്ഡെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ടത് കസ്റ്റേർഡിൽ ഇട്ട് കൊടുത്ത് ഇത് കുറച്ച് എന്താ പറയുക ഈ ഫ്രൂട്ട് സലാഡാകുമ്പോൾ നമുക്കൊരു വലിയൊരു ചെമ്പിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പുഡിങ്ങെല്ലാം നമുക്ക് കുറേ സെപ്പറേറ്റ് ഡിഷ് വേണം. അത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള പ്ലേസ് വേണം. പിന്നെ ഞാനിതിൽ കുറച്ച് കസ്കസ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് കളർസ് ഉണ്ടല്ലോ വേമിസിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് വേവിച്ച് ഒന്ന് വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്താ പറയുക കസ്റ്റേർഡും ഫ്രൂട്ട്സും മാത്രം മതി. അപ്പം ഞാനിത് കുറച്ചൊന്ന് റിച്ച് ആയിക്കോട്ടെ എന്നുള്ള വിചാരിച്ചിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കുരുവെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാം കൂടി ഇട്ട് എല്ലാം ഒന്ന് മിക്സാക്കി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രൂട്ട് സലാഡിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഹസ് പറഞ്ഞു ഒന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഡെസേർട്ടിയുടെ ഭയങ്കര ചിലവാണ്. അപ്പോൾ അതൊന്ന് വേണമെന്ന് പറഞ്ഞ് അധികം തണുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ അവർക്കൊരു പൂതി. അങ്ങനെ ഹസ്സിനും മരുവനുണ്ടല്ലോ ഓനിക്കും കൂടിയിട്ട് കുറച്ചൊന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അവരൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. അങ്ങനെ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാനിതാ പൂരിയും കടലക്കറിയും ഉണ്ടാക്കി. കടലക്കറിയും ഞാൻ തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. രാത്രി തന്നെ നമ്മളിങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് ഏകദേശം ഒന്ന് എന്താ പറയുക റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാനും അങ്ങനെ രാവിലെ തന്നെ എന്താ പറയുക കിച്ചണിലെല്ലാം കയറി കുക്ക് ചെയ്യാനെല്ലാം ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാ പൂരി ഉണ്ടാക്കി നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് പിന്നെ റൂമിൽ കുറച്ച് പണിയുണ്ടായിന് ബാത്റൂമിലെല്ലാം ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി പണിക്കാർ വന്ന് കുറച്ച് കച്ചറിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ബംഗാളി ഉണ്ടായിന് ക്ലീൻ ആക്കാൻ. ഓനെ വിളിച്ചിട്ട് വന്നിട്ട് ഫുള്ള് റൂമെല്ലാം ഒന്ന് എന്താ പറയുക ക്ലീനാക്കി തരും. ബാത്റൂമെല്ലാം ഒന്ന് കഴുകി തരും. റൂമെല്ലാം ഒന്ന് തുടച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഇതാ സാലഡിൻ്റെ കുറച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ ഇതുമെല്ലാം തലേന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാലഡെല്ലാം അവിടെ മിക്സ് ചെയ്ത് അതും അവിടെ സെറ്റാക്കി
പിന്നെ പ്രോൺസ് ഉണ്ട്, അതും ഒന്ന് ക്ലീനാക്കി. അതിപ്പോൾ രാവിലെ ഇനും കൊണ്ടുവന്ന്. ഇപ്പോൾ പ്രോൺസ് ഞാനിങ്ങനെ പുട്ടുണ്ടല്ലോ, പ്രോൺസിൻ്റെ മസാലപ്പുട്ട്, അതേനും ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇതാദ്യം ലിസ്റ്റിലില്ലേനു, പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, മസാലപ്പുട്ട് എന്ന് പറഞ്ഞിട്ട് ചെമ്മീനെ കൊണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മസാലയും കൂടി ഇതെങ്ങനെ ഉണ്ടാക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചെമ്മീനെല്ലാം ഒന്ന് കഴുകി വേവിച്ച് അതൊന്ന് ഫ്രൈ ആക്കി. പിന്നെ ആ ഓയിലിൽ തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഇതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് അതും എല്ലാം ഒന്ന് വഴറ്റി പിന്നെ ചെമ്മീനും ഇട്ട് ഒരു നല്ലൊരു എന്താ പറയുക മസാല റെഡിയാക്കി എടുക്കുക, ഒരു പെരണ്ടിരിക്കുന്ന പോലത്തെ. എന്നിട്ട് ഈ ഒരു മസാലയിലാണ് നമ്മൾ പുട്ടുപൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പം നനക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ചെമ്മീൻ സ്റ്റോക്ക്, അതന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ പുട്ടെല്ലാം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ പുട്ടിന് ഇതിന് ശരിക്കും കറിയൊന്നും ആവശ്യമില്ല. പിന്നെ പുട്ടല്ലേ ഒരു ഇച്ചിരി എന്താ പറയുക നനക്കാൻ വേണ്ടിയിട്ട് കറി ഉണ്ടാക്കുക എന്നുള്ളതിൽ ഞാൻ കുറച്ച് ബാക്കിയുള്ള ചെമ്മീനെ കൊണ്ട് കുറച്ച് മുളകിട്ടുണ്ടല്ലോ അതുണ്ടാക്കി. ഈ മീൻ റെസിപ്പിയൊന്നും ഞാൻ അധികം ഉണ്ടാക്കലില്ല, ട്രൈ ചെയ്യാറുമില്ല. അപ്പോൾ മീൻ മുളകിട്ടതെല്ലാം എനിക്ക് അത്ര അങ്ങ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കെന്തോ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കാമെന്നുള്ളതിൽ ഞാൻ ബാക്കി ചെമ്മീനുകൊണ്ട് ഇതാ മുളകിടുന്നുണ്ട്. അങ്ങനെ ഇതാ മുളകിട്ടതും പുളിയെല്ലാം പിഴിഞ്ഞ് നല്ല ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുത്ത്. അപ്പോൾ അതേ സമയത്ത് ഞാൻ അപ്പുറത്തും എന്താ പറയുക ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്നുണ്ട് അതിനും. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം തന്നെ എന്താ പറയുക കുറേ ജോലി ഒരുമിച്ചിട്ട് ഇതിപ്പോൾ ഇതാ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു. ഇതെല്ലാം തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് പാസ്ത ഒന്ന് വേവിക്കാനിടാം. അപ്പോൾ ഇതാ പുട്ടിൻ്റെതും എല്ലാം കുഴച്ച് വെച്ച് പിന്നെ ഹമൂസ് ആൻഡ് കുബൂസ് അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും അവിടെ ഫ്രൈ ആക്കാനിട്ട് പിന്നെ പാസ്തയിലുള്ള ചിക്കനും ഫ്രൈ ആക്കിയതും അതും അതിൻ്റെ മസാല എല്ലാം റെഡിയാക്കി. ഇതിൻ്റെ റെസിപ്പി ഞാൻ പണ്ടത്തെ ഒരു പാർട്ടി വ്ളോഗിൽ കാണിച്ചിന് കുറേ മുമ്പ്. പിന്നെ അത് ചിക്കനും എല്ലാം ഇട്ട് പിന്നെ ഇതാ പാസ്ത ഇട്ടിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് ചീസെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് സമയത്ത് നമ്മൾ സെർവ് ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് ഓവനിൽ വെച്ചിട്ട് എടുക്കാം, ജസ്റ്റ് ഒന്ന് ചീസെല്ലാം ഒന്ന് മെൽട്ടാകുന്ന വരെ. എന്നിട്ടിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഇത് ചീസും എല്ലാം ഇട്ടിട്ടൊന്ന് കവർ ചെയ്ത് അവിടെ മാറ്റി വെക്കും. ഇപ്പോൾ സമയം ഏകദേശം എന്താ പറയുക ഒരു ഈവനിങ്ങെല്ലാം ആയി, ഓൾമോസ്റ്റ് ഇങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചീസിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും ഒറിഗാനോ എല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് അവിടെ കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാ മുട്ട സുർക്ക പൊരിക്കുന്നുണ്ട്, മുട്ട സുർക്കയും മഞ്ചൂരിയും. ഇതും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിന്, മുട്ട സുർക്കയും മഞ്ചൂരിയും തന്നെ. അപ്പോൾ അതും അവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ അപ്പോഴേക്ക് ഇതാ പുട്ടും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി കേട്ടോ, നല്ല പുട്ടാണ്, നല്ല എന്താ പറയുക ചെമ്മീനെ കൊണ്ടായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട്. പിന്നെ ഇതാ ചിക്കനെല്ലാം പൊരിച്ചെടുത്ത് പിന്നെ കുബൂസ് കൊണ്ടാണ് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ച് എല്ലാം രാത്രി സമയമായി, എല്ലാവരും ഗസ്റ്റെല്ലാം എത്തിത്തുടങ്ങി. അവരിതാ കുടിക്കാനെല്ലാം കുടിച്ച് പിന്നെ എല്ലാവരും ഓരോ വർത്താനെല്ലാം പറഞ്ഞ് അപ്പോഴേക്കും ഫുഡെല്ലാം സെർവ് ചെയ്യാൻ തുടങ്ങി. എല്ലാം ടേബിളിൽ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്ച്ചോറും പെപ്പർ ചിക്കനും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ അങ്ങനെ കാണിച്ചിട്ടില്ല, ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കുക്ക് ചെയ്യലും വീഡിയോ എടുക്കലും എല്ലാം ഒരുമിച്ച് എന്താ പറയുക നടക്കില്ല.
ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ ആളെല്ലാം വന്ന് ഇതെല്ലാവരും തിന്നാൻ തുടങ്ങി. നല്ല അൽഹംദുലില്ലാ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ചോറ്, പെപ്പർ ചിക്കൻ, പാസ്ത, പുട്ട്, മസാലപ്പുട്ട്, മഞ്ചൂരി, മുട്ട സുർക്ക, ഹമ്മൂസ്, കുബൂസ്, ചിക്കൻ ഫ്രൈ, സാലഡ്, ഫ്രൂട്ട് സലാഡ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇതാ എന്തായാലും സുലൈമാനി നിർബന്ധമാണല്ലോ. അങ്ങനെ എല്ലാവരും സുലൈമാനിയെല്ലാം കുടിച്ച് കുറേ വർത്താനെല്ലാം പറഞ്ഞ് ഇപ്പം തന്നെ സമയം 1 മണിയെല്ലാമായി. കുറേ പേര് പോയി തുടങ്ങി. കുറച്ച് പേര് ഇവിടെ സ്റ്റേ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കുറേ വർത്താനെല്ലാം പറഞ്ഞ് ഇതാ കിച്ചണെല്ലാം ക്ലീനിങ് കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. ബാക്കിയുള്ളവരിവിടെ സ്റ്റേ അടിച്ചു. അങ്ങനെ സ്റ്റേ അടിക്കുന്നവർ തന്നെ എന്താ പറയുക കുറച്ച് വർത്താനം പറഞ്ഞ് രാവിലെ ഒരു 4 മണി 5 മണിയിൽ തന്നെ എല്ലാവരും ഉറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഇനിയും കാണാം. അപ്പോൾ പെങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ പെങ്ങളുമായിട്ടുള്ള എല്ലാ വീഡിയോ ഉണ്ടാവും. എല്ലാവരും കാണുക. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.